ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാമൻ സുഗ്രീവനോടും വിഭീഷണനോടുമൊപ്പം കാര്യവിചാരം ആരംഭിച്ചു. സമുദ്രം കടക്കാൻ എന്താണ് മാർഗം? ആ മാർഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൾ വഴിയും തരും എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്ദിത് തോന്നിയതങ്ങനെ തന്നെയെന്ന് അർണവതീരെ കിഴക്ക് നോക്കി തൊഴുതർണോജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ച് നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും 3 അഹോരാത്രം ഉപാസിച്ചിതങ്ങനെ 3 ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതുമിളകീല വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാചാപബാണങ്ങൾ നീ ലക്ഷ്മണ. കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്ന് പെരുവഴി മീളുന്നതില്ലെങ്കിൽ ആർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നമ്മതീയ പൂർവന്മാർ വളർത്തതും ഇന്ന് ഞാനില്ലാതെയാക്കുവൻ നിർണയോ. സാഗരമെന്നുള്ള പേരും മറന്ന് ഉള്ളിൽ ആകുലമെന്നിയെ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവിൻ വെള്ളം. കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയക്കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവര. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖവിക്രമം ഭസ്മമാക്കിടുവൻ വരാനിധിയെ ഞാൻ. വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം. യുദ്ധം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിത്. മിത്രനോ മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും ക്ഷോഭിച്ചുമിട്ടാൽ കവിഞ്ഞു വന്ന് ഉത്തുംഗമായ തരംഗാവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിത് അത്യുഗ്രൻ അക്രതീമി ചഷാദ്യങ്ങളോ. അപ്പോൾ ഭയപ്പെട്ട് ദിവ്യരൂപത്തോടും ആ പതി ദിവ്യാഭരണ സമ്പന്നനായി 100 യോജന വിസ്തീർണമുള്ള സമുദ്രം കടക്കാൻ വഴി കാണാഞ്ഞിട്ട് ശ്രീരാമൻ സമുദ്രത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തൻ്റെ വില്ല് കുലച്ച് അപ്പോൾ സമുദ്രം കരയിലേക്ക് കയറി വന്നു. വരുണൻ ഭയന്ന് വിളിച്ച് രാമനെ സ്തുതിച്ചു. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ച് സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തു സേതു സംബന്ധനെ. തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ച് സത്വരം പർവ്വതശുല്യ ശരീരികളാകിയ ദുർവാരവീര്യമീയെന്ന കവികളോ സർവദിക്കിങ്കലോ നിന്നു സരഭസംപർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിന. നേരെ ശതയോജനായതമായുടൻ 2 യോജന വിസ്താരമാം വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു
ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനനേവം അരുൾ ചെയ്തു. സന്തുഷ്ടനായ രാമൻ, ലക്ഷ്മണൻ, സുഗ്രീവൻ, വാനരപ്പട ഇവയോടുകൂടി സമുദ്രത്തിൽ ചിറകെട്ടി 100 യോജന നീളത്തിൽ, എന്നിട്ട് അവിടെ ശിവനെ പ്രതിഷ്ഠിച്ച് രാമേശ്വരം എന്ന് നാമകരണവും ചെയ്തു. വിശ്വകർമാവിൻ്റെ പുത്രനായ നളൻ ചിറ പടുത്തുകെട്ടി 5 ദിവസം കൊണ്ട് 100 യോജന സേതുബന്ധനം കഴിഞ്ഞ് വാനരപ്പട അതിലൂടെ നടന്ന് സമുദ്രം കടന്നു. വാനരശ്രേഷ്ഠരായ എല്ലാവരും യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവർ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാൻ ഉടറ്റോടെ വാൽ പൊങ്ങിച്ച് കാലനും പേടിച്ചു മണ്ടും അവനോട് നീലനാം സേനാപതി വണ്ണി നന്ദനൻ. അങ്കദനാകുമിളയ രാജാവ് അതിനങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ. വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രിശൃംഗോപമൻ. തത്പാർശ്വസീമിനി നിൽക്കുന്നതു വാദജൻ ത്വത്പുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ. രജത സമപ്രഭൻ രംഭൻ അങ്ങേതവൻ മുൻപിൽ നിൽക്കുന്നവൻ വൻപനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദൻ അങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളൻ അതിനങ്ങേതു ബോധമേറും വിശ്വകർമാവു തൻ മകൻ. താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും. മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാതി ശതബലി. സാരനാം ജാമ്പവാനും വേഗദർശിയൂ. വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനൂ. ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനരനായകന്മാർ 67 കോടി ഉണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും. ശ്രീരാമദേവനും മാനുഷനല്ല, ആദിനാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നത് യോഗമായ ദേവി. സോദരൻ ലക്ഷ്മണനായ അനന്തനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണം എന്തതെന്ന് ഓർക്കാൻ നീ മനസ്സേ. ഇത്രയെല്ലാം പറഞ്ഞിട്ടും രാമനാമം ജപിക്കൂ, മുക്തി നേടൂ എന്നെല്ലാം ശുകൻ പറയുന്നത് കേട്ട് രാവണൻ വീണ്ടും കോപാകുലനായി. ശുകന്റെ പുറകെ മാല്യവാൻ എന്ന മുത്തച്ഛനും രാവണനെ ഉപദേശിക്കുന്നു. പക്ഷേ ഒന്നും കേൾക്കാൻ രാവണൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഘോരമായ യുദ്ധം ആരംഭിച്ചു. അനേകായിരം കോടി വാനരന്മാരുടെ സൈന്യം ലങ്ക വളഞ്ഞു. കൊട്ടകൊത്തളങ്ങളൊക്കെ നശിപ്പിച്ച് ഘോരമായ യുദ്ധം നടത്തി. ഇന്ദ്രാദി ദേവഗണങ്ങളും യക്ഷകിന്നരാദികളും യുദ്ധം കാണുവാൻ ആകാശത്ത് നിരന്നു നിന്നു. രാമേശ്വരം മുതൽ പരന്നു കിടക്കുന്ന വാനരസേനയെയും തകർന്നു കിടക്കുന്ന ലങ്കയെയും കണ്ടിട്ട് രാവണൻ ഭയന്നുപോയി. തുടർന്ന് ശ്രീരാമനും യുദ്ധത്തിന് തയ്യാറെടുത്തു. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണഭാവഭയദാരുണം നവകഞ്ചലോചന കഞ്ചമുഖകര ก ര ร കഞ്ചപദ ก ഞ്ച า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า ര า